വെയിറ്റ് ലോസിന് അരിഭക്ഷണം കഴിക്കണ ദിവസം ഞാൻ എന്താ പറയുക പോഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാറുള്ളത് ഈ തരത്തിലാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കഷ്ണം പുട്ടും മുതിരയാണ് എടുത്തിട്ടുള്ളത്. വെറും വയറ്റിൽ രാവിലെ ഒരു 4 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ മെല്ലെ മെല്ലെ കുടിച്ച് തീർത്തിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ അത് ലഞ്ചിലിട്ട് വന്നിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ട്, പിന്നെ ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 11 മണി സമയത്ത് നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ ഒരു റോബസ്റ്റ പാടം അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് വിശക്കൊന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം കഴിക്കാറുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അതായത് നമുക്ക് ചോറ് എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എപ്പോഴും കരുതി വെക്കാം. പിന്നെ ഒരു ചെറിയ പ്ലേറ്റ്, അതായത് ചെറിയ സൈസിലുള്ള ഒരു പ്ലേറ്റ് എപ്പോഴും നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ ചോറ് വരെ ആകാം. ഇപ്പോൾ 7 ടേബിൾ സ്പൂൺ വേണ്ട എന്നെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് 6 ടേബിൾ സ്പൂൺ 5 ടേബിൾ സ്പൂണോ യൂസ് ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് വെജിറ്റബിൾസും ഫിഷ് ചിക്കൻ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് സാലഡും വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ ഇവിടെ ഒരു 7 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ചോറിനോട് കുറച്ച് ക്രേവിങ്സ് കൂടിയ കൊണ്ട് തന്നെ ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. അത് കൂടുതലാണെന്നല്ല, എന്നാലും 6 അല്ലെങ്കിൽ 7. പിന്നെ നിങ്ങൾക്ക് കയ്യിലുള്ള ഉപ്പേരി, അതായത് മെഴുക്ക് പുരട്ടി എന്താണോ തോരൻ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, മീൻ ഇപ്പം ഞാനിവിടെ ഫിഷ് കറിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കയ്യിലുള്ള ഏത് ഫിഷാണോ, അപ്പോൾ അത് ചെറിയ പൊടിമീനാണ്, അപ്പോൾ അത് ഞാൻ കറി വെച്ചത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ചില ദിവസം നമുക്ക് വറുത്ത മീൻ കഴിക്കണമെന്ന് തോന്നും. അങ്ങനത്തെ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ വല്ലപ്പോഴും എനിക്കങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വത്തലാണെന്ന് കിട്ടിയിട്ടുള്ളത്, എന്താ പറയുക, അപ്പോൾ ഇത് അതായത് നത്തോലി പറഞ്ഞൊരു മീൻ ഉണ്ടല്ലോ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാനത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാനത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഡയറ്റിൽ എപ്പോഴും തൈര് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ യൂസ്ഫുള്ളാണ്, വളരെ ഹെൽത്തിയാണ് ആയിട്ടുള്ളൊരിതാണ്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ സാലഡ്സിനായിട്ട് ക്യാരറ്റും സവാളയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കുക്കുംബർ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും സവാളയും തക്കാളിയും ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ അപ്പോൾ ഇതാവുമ്പോൾ നമ്മളുടെ വയറും ഫില്ലാവും, അതുപോലെ തന്നെ നമുക്ക് ചോറ് ഒട്ടും മിസ്സാവും ചെയ്യില്ല. പിന്നെ എന്താ പറയുക, അപ്പോൾ രാവിലെ നമ്മൾ അരിഭക്ഷണം കഴിച്ചു, ഉച്ചക്കും അരിഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനി രാത്രിയിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും അരിഭക്ഷണം പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതാണ് ഞാൻ ഒന്നില്ലെങ്കിൽ രാഗിയുടെ കഞ്ഞി അല്ലെങ്കിൽ ഓട്സിൻ്റെ കഞ്ഞി, അങ്ങനെ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ വല്ല സ്മൂത്തി അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു 2 പ്രാവശ്യം ഞാൻ കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ ടീ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വെള്ളം ധാരാളം കുടിക്കാം. പിന്നെ അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു അരിഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.